ഇന്ന് മഗ്‌രിബാകുന്നതോടുകൂടെ വിശുദ്ധ റമളാനിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നാമൊക്കെ പ്രവേശിക്കുകയാണ്. റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10 എന്ന് പറയുന്ന മഹാഭാഗ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനകോടി ജനങ്ങൾക്ക് പാപമോചനം നൽകുമ്പോൾ സാധുക്കളായ നമുക്കും അതിൽ ഉൾപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളും ചില വിഷയങ്ങളും ഉണ്ട്. അത് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറഞ്ഞ സെക്കൻഡുകളോ മണിക്കൂറുകളോ കൊണ്ട് അവസാനിക്കുന്നതല്ല. പലർക്കും അത് നഷ്ടപ്പെട്ടു പോകും. 10 ദിവസങ്ങൾ നമുക്കുണ്ട്. 10 ദിവസം എന്ന് പറയുമ്പോൾ 240 മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. ആ 240 മണിക്കൂർ എന്ന് പറയുന്ന ആ സമയങ്ങളിൽ നമ്മൾ കൃത്യമായി റബ്ബിനോട് അള്ളാഹുവെ എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ച് മഗ്ഫിറത്ത് വാങ്ങി മഗ്ഫിറത്തിൻ്റെ 10 വിട പറയുമ്പോഴേക്ക് നമുക്ക് വലിയ സൗഭാഗ്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെയാകുമ്പോൾ അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10 നമുക്ക് വളരെ എളുപ്പമായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മഗ്ഫിറത്തിൻ്റെ 10 ഇന്ന് മഗ്‌രിബോടുകൂടെ ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി. ഒരു 50 പേരുടെ 20 പേരുടെ 30 പേരുടെയൊക്കെ സ്വതക്കകൾ നൽകിയ പലരും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ. ഇനിയും നൽകാൻ ഉദ്ദേശിക്കുന്നവർ അറിയിക്കണം, കഴിയുന്നത് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വിശുദ്ധ റമളാൻ അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിൽക്കാലത്ത് അവസാന കാലഘട്ടത്തിൽ ആഖിറു സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളൊക്കെ മുൻകാലക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനേക്കാളും കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ജീവിതം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണം. പുതിയ കാലത്തെ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള സമയങ്ങൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. ഇപ്പം എല്ലായിടത്തും ഫുഡ് സ്ട്രീറ്റുകളാണ് അല്ലേ? നോമ്പിൻ്റെ സമയങ്ങളിലൊക്കെ ഇഫ്താർ മീറ്റുകൾ, ട്രെൻഡിങ് ഇഫ്താറുകൾ, ഇത്തരം സംഭവങ്ങളൊക്കെയാണ്. അത്തരം സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തറാവീഹ് നഷ്ടപ്പെടരുത്, നമ്മുടെ രാത്രിയിലുള്ള ഇബാദത്തുകൾ നഷ്ടപ്പെടരുത്, നമ്മുടെ മഗ്‌രിബ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ദീനീ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് നമ്മൾ എല്ലാ വിഷയങ്ങളിലേക്കും ഇറങ്ങേണ്ടത്. നമ്മുടെ പർച്ചേസ് ആണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും. ഇനി കടന്നു വരുന്ന രാത്രി എന്ന് പറയുന്നത്, 10 എന്ന് പറയുന്നത്, ദിവസങ്ങളെന്ന് പറയുന്നത്, പകലുകളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില പകലുകളും രാത്രികളൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്തു വരും. അങ്ങനെയുള്ള ദോഷങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മുൻഗാമികളിലൊക്കെ ചില ആളുകൾ ചെയ്ത ദോഷങ്ങൾ കേട്ട് അള്ളാഹു അവർക്കത് പുറത്തു കൊടുത്തതൊക്കെ നമ്മൾ ആ സംഭവങ്ങളൊക്കെ കേട്ട് നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ദോഷങ്ങൾ വളരെ ചെറുതാണ്, അത് പൊറുക്കാവുന്നതാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് പുറത്ത് കിട്ടാത്തത്. അങ്ങനെ ചോദിക്കാൻ സാധിക്കുന്ന സമയങ്ങളിൽ വളരെ സവിശേഷമേറിയ ഒരു സമയമാണ് ഈ കടന്നു വരുന്ന സമയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഗ്ഫിറത്തിൻ്റെ 10 അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. നമ്മൾ കഴിഞ്ഞ 10 അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ എന്നല്ല പറഞ്ഞത്. ഇത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ളതാണ്. അള്ളാഹു അവൻ്റെ അടിമകളായ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും നിഅമത്തുകളും നൽകിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത്. തലചായ്ക്കാൻ ഒരിടമില്ലാതെ റെയിൽവേ പുറംപോക്കുകളിലും പീഡികത്തിണ്ണകളിലും ചാക്ക് വിരിച്ചും ഒന്നും വിരിക്കാതെയും കഷ്ടപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അള്ളാഹു നമുക്ക് നല്ലൊരു വീട് നൽകിയില്ലേ? അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ എത്ര വലിയ സൗഭാഗ്യങ്ങളാണ് നമുക്ക് നൽകിയത്. അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിനെ കടപ്പെട്ട് ജീവിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളൊക്കെ ഈ ദൗർബല്യങ്ങളിൽ പെട്ടുപോയിട്ട് തെറ്റുകൾ ചെയ്യുന്നു, കൃത്യമായി ഇബാദത്ത് ചെയ്യാതിരിക്കുന്നു, ക്ഷീണം വരുമ്പോൾ കിടക്കുന്നു.
നിനക്ക് ക്ഷീണത്തിൽ ഒതുക്കി തന്നത് അള്ളയാണ്. എത്രയോ ആളുകൾ ക്യാൻസർ പിടിപെട്ടിട്ട്, മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട്, ഒന്ന് കൈ പോലും അനക്കാൻ കഴിയാതെ ബെഡിലങ്ങനെ തളർവാദം പിടിപെട്ടൊക്കെ കിടക്കുന്നവരുണ്ട്. 10-40 വർഷമായിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ മലർന്നു മാത്രം കിടക്കുന്ന ഒരാളെ എനിക്കറിയാം. ഞാൻ ഈ അടുത്താണ് ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അത്രമേൽ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ നിനക്കൊന്ന് ചെറിയൊരു ക്ഷീണം വന്നപ്പോഴേക്ക് റബ്ബിനെ മറക്കാൻ തുടങ്ങി, നിസ്കരിക്കാൻ കഴിയാതെയായി. ഓരോരുത്തരുടെയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നുള്ളതാണ്. 99 ആളുകളെ കൊന്ന ഒരാളുണ്ടായിരുന്നു മുൻഗാമികളിൽ. 99 ആളുകളെ കൊന്നിട്ട് 100ാമതൊരു ആലിമിൻ്റെ അടുക്കൽ പോയിട്ട് എനിക്ക് മാപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ആലിമിനെയും കൊല ചെയ്തിട്ടാണ് അയാൾ മരണപ്പെട്ടിട്ട് അയാൾക്ക് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങളൊരു കാരണവശാലും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയേണ്ടവരല്ല. അള്ളാഹു ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അവിടെ ഒരുപാട് അതിൻ്റെ ഗ്രാമറും അതിൻ്റെ മാനിയും ബലാഗയൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഖുർആനിൻ്റെ സാഹിത്യം നോക്കുമ്പോൾ ഇവിടെ അള്ളാഹു എല്ലാ ദോഷങ്ങളും നമുക്ക് പുറത്തു തരുന്നുള്ളതാണ്. അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളതാണ്. അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്യുക. തൗബ ചെയ്യാനുള്ള നല്ലൊരു മാസമാണല്ലോ പരിശുദ്ധമായ റമളാൻ മാസം. തൗബ അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അത് അവരുമായി ബന്ധപ്പെട്ട് തീർത്തിട്ടല്ലാതെ അള്ളാഹു തീർക്കില്ല. മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്കിയൽ പറയുന്നുണ്ട്, ഉത്ലുബ മതാബൻ ബിന്നദാമത്തി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅത്തിൻ മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. തൗബ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ചില ഷർത്തുകളുണ്ട്. നമ്മളെ ദോഷങ്ങൾ ചെയ്തതിൽ ഒരു ഖേദമുണ്ടാകണം, നമുക്ക് ഈ നിമിഷം മുതൽ ഉണ്ടാവേണ്ടതാണ്. ദോഷങ്ങൾ ഇനിമേൽ ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയമുണ്ടാകണം, അസുമുണ്ടാകണം. ഭാവി കാലത്ത് വരാനുള്ള കാലങ്ങളിൽ ചെയ്യില്ല എന്നുള്ളത്. ആ ദോഷത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊക്കെ അത് തീർക്കണം. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ആർക്കെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ തീർക്കണം. ഏത് നിമിഷമാണ് ഇവിടെ നിന്ന് വിട പറയാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തീർത്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. കേവലം തൗബ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആരെങ്കിലും തൗബ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുള്ളവരുണ്ടോ? അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം, കൊടുത്ത് വീട്ടണം. അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാധ്യതകൾ തീർക്കാനുണ്ടോ? എന്തെങ്കിലും വാക്ക് പറഞ്ഞു പോയതുണ്ടോ? അവൻ്റെ മനസ്സിനെ വർഷങ്ങളോളം വേദനിപ്പിച്ച എന്തെങ്കിലും വാക്ക് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ നീ പറഞ്ഞു തീർക്കാതെ തൗബ സ്വീകരിക്കപ്പെടൂല. ഒരു വലിയ സ്വഹാബി വര്യൻ ഉണ്ടായിരുന്നു. ആ സ്വഹാബി വര്യൻ വഫാത്തായി കഴിഞ്ഞപ്പോൾ ആ സ്വഹാബിയുടെ കൂട്ടുകാരൻ മഹാനരായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറ്റേ സ്വഹാബിയെ കൂട്ടുകാരൻ വഫാത്തായതിനു ശേഷം സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റഅയ്തു ലുംഅതൻ സൗദാഅ ഫീ ഉനുഖി. സ്വപ്നത്തിൽ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സ്വഹാബിയുടെ പിരടിയിൽ ഒരു കറുത്ത അടയാളം കാണുന്നുണ്ട്. കറുത്ത അടയാളം, ലുംഅതൻ സൗദാ. അപ്പോൾ ചോദിച്ചു, അയഹി മഹാദ, എന്തു പറ്റി, എന്താണ് ഈ കഴുത്തിൽ കാണുന്നതെന്ന്. ആ സ്വഹാബി വര്യനായ കൂട്ടുകാരൻ പറഞ്ഞത്, അഷ്റത്തു ദനാനീറ, ഇത് ഞാനൊരു 10 ദീനാർ കൊടുക്കാനുണ്ടായിരുന്നു, അതാണ് ഈ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാളിൽ നിന്ന് 10 ദീനാർ കടം വാങ്ങിയിരുന്നു. പൈസ എടുത്തു വെച്ചെങ്കിലും അത് കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ഒരു സ്വഹാബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ സ്വഹാബാക്കൾ ആരാണ്? അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തുണ്ടായ വലിയ പവിത്രമേറിയ സ്വർഗം ഉറപ്പായവരാണ് അവരൊക്കെ. അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ മഗ്ഫിറത്തിൻ്റെ വിഷയം ഇതിന്മേൽ കിടക്കുകയാണ്. അതുകൊണ്ട് ബാധ്യതകൾ തീർക്കണം.
ഇനി ആർക്കെങ്കിലും ഇത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞ് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ റെഡിയാക്കണം. ചില ആളുകൾ ഇപ്പോഴും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലാണ്. അത് നമ്മൾ അവരോട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാൻ പാടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് റമളാനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ് തറാവീഹ് നിസ്കാരം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളെന്താ ഉണ്ടാവല്, സാധാരണ ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്, ഓരോ 10 കൂടുന്തോറും ആൾ കൂടി വരില്ല വേണ്ടത്. ഇതങ്ങനെയല്ല, ഓരോ 10 കഴിയുന്തോറും ആവേശം ചോർന്നു വരരുത്. പള്ളിയിലൊക്കെ ജമാഅത്തിൽ ആളുകൾ കുറഞ്ഞു വരും, രണ്ടാമത്തെ 10 മൂന്നാമത്തെ 10 ആകുമ്പോൾ. അതുണ്ടാകാൻ പാടില്ല. റമളാനിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വതക്ക ചെയ്യണം. അസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. വെള്ളം തീയിനെ കെടുത്തും പോലെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കും ഈ സ്വതക്ക എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് നന്മ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ രക്ഷപ്പെട്ട സംഭവം ഹദീസിലുണ്ട്. എന്താ രക്ഷപ്പെടാൻ കാരണം? ഒരു ജീവികൾക്ക് നന്മ ചെയ്തു എന്നുള്ളതാണ്. നന്മകളിൽ പങ്കാളികളാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.